ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി മാസത്തിലെ 3-ാം പിറയാണ്. കറുത്തവാവ് മുതൽ 3-ാമത്തെ ദിവസം വരുന്നതാണ് നമ്മൾ 3-ാം പിറയായി ആചരിക്കുന്നത്. നമ്മുടെ തെക്ക് ഭാഗത്ത് അടിവാനത്തിലായിട്ടാണ് നമുക്ക് 3-ാം പിറയിൽ ചന്ദ്രനെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ദിവസം നമ്മൾക്ക് ചന്ദ്രനെ കാണാൻ സാധിച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നേറാൻ പോകുകയാണ് എന്നുള്ളതാണ്. ഇതുവരെ ആയിട്ടും 3-ാം പിറ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങൾ ഈ 3-ാം പിറ കണ്ടതിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുത്ത് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. ഒരുപാട് പേർക്ക് 3-ാം പിറ ദർശനം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർ വിഷമിക്കുകയൊന്നും വേണ്ട. തീർച്ചയായും നിങ്ങൾക്ക് മുൻപിൽ സമയമാകുമ്പോൾ 3-ാം പിറ ദർശനം ലഭിച്ചിരിക്കും. 3-ാം പിറ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ തൻ്റെ ജടയിൽ അണിഞ്ഞിരിക്കുന്ന ചന്ദ്രഭഗവാനാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ 3-ാം പിറ ദർശനം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ശിവരാത്രി വ്രതമൊക്കെ എടുത്ത് യാമപൂജകളൊക്കെ ചെയ്ത് ഉറക്കമിളച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷം 3-ാം പിറ ദർശനം ലഭിച്ചിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് 3-ാം പിറയായ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ ധനവരവിന് വേണ്ടിയിട്ടും ഐശ്വര്യമുണ്ടാവാൻ വേണ്ടിയിട്ടും ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടും ചെയ്യേണ്ടുന്ന ഒരു ചെറിയ താന്ത്രികത്തെക്കുറിച്ചാണ്. അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇന്നത്തെ 3-ാം പിറ ദർശനം എന്ന് പറയുന്നത് വൈകിട്ട് 6:15-നും 7:15-നും ഇടയ്ക്കുള്ള സമയത്താണ്. ഞാൻ പറഞ്ഞതുപോലെ തെക്ക് വാനത്തിലാണ് നമുക്ക് 3-ാം പിറ ദർശനം ലഭ്യമാകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് എവിടെ നിന്ന് നോക്കിയാലാണോ ആ ഒരു ഭാഗത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കുന്നത് ആ ഭാഗത്ത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ ഒരു മണിക്കൂർ സമയം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആകാശത്ത് നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. കാരണം വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ചന്ദ്രഭഗവാൻ ആ സമയത്ത് ആകാശത്ത് കാണുകയുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് ചന്ദ്രഭഗവാനെ ആകാശത്ത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇത് കഴിഞ്ഞ മാസം ഞാൻ കണ്ടത് ഫോട്ടോ എടുത്ത് വെച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഞാനിത് നിങ്ങളെ സൂമാക്കി കാണിക്കാം. ഈ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ആകാശത്ത് നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 3-ാം പിറ കാണാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നല്ല വൈറ്റ് കളറിലാണ് ആകാശം ആ സമയത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും കാണാൻ. അതേസമയം ഒരു ബ്ലൂയിഷ് കളറിലോ അല്ലെങ്കിൽ റെഡിഷ് കളറിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് എടുത്തറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ചന്ദ്രഭഗവാനെ നമുക്ക് കാണുന്ന ആ നിമിഷം തന്നെ അർഘ്യം കൊടുക്കുന്നവരാണെങ്കിൽ ജലം എടുത്ത് അതിൽ പാൽ 1 സ്പൂൺ ഒഴിച്ച് ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്ന് പറഞ്ഞ് ചന്ദ്രഭഗവാന് അർഘ്യം കൊടുക്കാവുന്നതാണ്. നിർബന്ധമൊന്നുമില്ല, താല്പര്യമുള്ളവർക്ക് അത് ചെയ്താൽ മതിയാവും. ഒപ്പം തന്നെ ചന്ദ്രഭഗവാന് നെയ്ദീപ ആരതിയും ധൂപ ആരതിയും കർപ്പൂര ആരതിയും എടുത്ത് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ഒരു ചന്ദ്രദർശനത്തിന് നമുക്കൊരിക്കലും പീരിയഡ്സോ പുലയോ വാലായ്മയോ നോൺ വെജ് കഴിച്ചോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ബാധകമേ അല്ല. ആർക്ക് വേണമെങ്കിലും ചന്ദ്രദർശനം ചെയ്യാവുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മനോകാരകനായ ചന്ദ്രനെ പൗർണമി 3-ാം പിറ ദിവസങ്ങളിൽ നമ്മൾ വിധിയാവണ്ണം പൂജിച്ചാൽ നമ്മുടെ മനസ്സിന് കട്ടി കൂടാനും അതേപോലെ ചന്ദ്രദശ ചന്ദ്രബലം കുറവാണെങ്കിൽ അവയെ വർദ്ധിപ്പിക്കാനും എടുക്കുന്ന തീരുമാനങ്ങൾ നല്ല നിലയിൽ എടുക്കാനും അതിനെ പ്രാവർത്തികമാക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് തെളിമയുണ്ടാവാനും ഒക്കെ നമ്മളെ ഈ ഒരു ദിവസത്തെ ചന്ദ്രഭഗവാന്റെ ദർശനം സഹായിക്കുന്നതാണ്. നമ്മൾ ഏതൊരു ശിവക്ഷേത്രത്തിൽ പോയാലും ഭഗവാന്റെ ആ ഒരു ജടയിൽ നമുക്ക് ചന്ദ്രക്കല കാണാൻ സാധിക്കും. അതായത് ഇതിന് പിന്നിൽ ആത്മീയ തത്വമുണ്ടെന്നാണ് പറയുന്നത്. ചന്ദ്രഭഗവാനുള്ള മറ്റൊരു പേരാണ് മതി. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് പറയുന്നത്. മനുഷ്യ മനസ്സും ചന്ദ്രനും തമ്മിൽ പ്രകൃതിയാൽ തന്നെ ഒരു ബന്ധമുണ്ട്.
നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, കറുത്ത വാവ് വെളുത്ത വാവ് ദിവസങ്ങളിൽ നമുക്ക് തന്നെ ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ദേഷ്യം കൂടുതൽ, വിഷമം കൂടുതൽ, അലസത, പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വേലിയിറക്കം, വേലിയേറ്റം, ഇതൊക്കെ കടലിനെ ബാധിക്കാറുണ്ട്. അതേപോലെ മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് വാവ് ദിവസങ്ങളിൽ ബുദ്ധിഭ്രമം കൂടുതലായിരിക്കും എന്നുള്ളതും നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രഭഗവാനെ ബുദ്ധിയുടെ ചിഹ്നമായിട്ട് പണ്ട് മുതൽ തന്നെ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ എല്ലാം ഉള്ളിൽ വസിക്കുന്ന പരമാത്മബോധമാണ് ബുദ്ധിയെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ശിവനാണ് ഈ പരമാത്മബോധം. അതിനു മുകളിൽ തിളങ്ങുന്ന ചന്ദ്രകല ബുദ്ധിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രഭഗവാൻ ബുദ്ധിയെ പ്രതിദാനം ചെയ്യുന്ന സമയത്ത് പാർവതീദേവി നമ്മുടെ മനസ്സിനെയും ഗംഗാദേവി ആത്മനിർവൃതിയെയും പ്രതിദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ ഒരു മൂന്നാം പിറ ദർശനം എന്ന് പറയുന്നത് വെറുതെ ഉള്ള ഒരു ദർശനമല്ല. അതുവഴി ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടുമൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. തുടർച്ചയായി ചന്ദ്രദർശനം ലഭിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അവൻ ഭാഗ്യം ചെയ്തവൻ തന്നെയായിരിക്കും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുക. അതിനുശേഷം ഓം ചന്ദ്രമൗലീശ്വരായ നമഃ എന്നുള്ള മന്ത്രം 21, 11, 108 നിങ്ങളുടെ സമയം പോലെ ചന്ദ്രഭഗവാനെ നോക്കി തൊഴാം. നിങ്ങളുടെ മക്കളെയും വീട്ടിലുള്ള എല്ലാവരെയും ഈ ഒരു ചന്ദ്രദർശനം വിളിച്ചു കാണിച്ച് കൈകൂപ്പി അവരോട് പ്രാർത്ഥിക്കാൻ പറയണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ വിദ്യാഭ്യാസപരമായ ഉയർച്ച ലഭിക്കാൻ ഈ ഒരു ചന്ദ്രദർശനം വളരെയധികം സഹായകമാണ്. ഇനി എന്താണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയാം. ആ കാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ എന്താണോ പെരുകേണ്ടത്, അതിപ്പം ധാന്യമാകാം, സ്വർണമാകാം, പണമാകാം, എന്തുമായിക്കൊള്ളട്ടെ, ആ വസ്തു നമ്മുടെ കയ്യിലെടുത്ത് വെച്ച് ചന്ദ്രഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക. ഇതിനു മുൻപ് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പച്ചരി, 1 രൂപ നാണയം, സ്വർണം, ഇത് മൂന്നും നമ്മൾ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പച്ചരി വീണ്ടും നമുക്കൊരു കിഴി കെട്ടി അരിപാത്രത്തിൽ കൊണ്ടിടാം. 1 രൂപ നാണയവും അതുപോലെ പൈസ സൂക്ഷിച്ചു വെക്കാം. സ്വർണം നിങ്ങൾ അണിയുന്നതാണെങ്കിൽ അത് വീണ്ടും കയ്യിൽ തന്നെ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്വർണം സൂക്ഷിച്ചിട്ട് വെക്കാം. അപ്പം അതേപോലെ ഈ ഒരു മൂന്നാം പിറയിലും ആ അരി വെച്ചിരിക്കുന്നത് കിളികൾക്ക് കൊടുത്തിട്ട് പുതിയ പച്ചരി എടുത്ത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് വീണ്ടും കിഴികെട്ടി വെക്കണം. 1 രൂപ നാണയം അതുതന്നെ മതി, സ്വർണവും അതുതന്നെ മതി. അതിനോടൊപ്പം ചെയ്യേണ്ടുന്ന മറ്റൊരു റെമഡിയും കൂടിയിട്ടാണ് പറയുന്നത്. ഇതിനായി നമുക്ക് വേണ്ടത് ഒരു നാണയമാണ്. 1 രൂപ കോയിൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നവർക്ക് അത് തന്നെ എടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ 5 രൂപയാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടത് ഒരു ഏലക്കായാണ്. കുരു ഒന്നും വെളിയിൽ പോകാത്ത, പൊട്ടാത്ത, ഫ്രഷ് ആയിട്ടുള്ള ഇച്ചിരി വലിപ്പമുള്ള ഏലക്ക നോക്കി എടുക്കണം. ഇത് രണ്ടും എടുത്തിട്ട് സന്ധ്യയ്ക്ക് നമ്മൾ വീട്ടിൽ നിലവിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം നമ്മുടെ നിലവിളക്ക് കൊളുത്തുന്നത് എവിടെയാണോ അവിടെ ഇരുന്ന് വടക്കോട്ട് നോക്കി നമ്മൾ ഇരുന്നിട്ട് ഈ ഏലക്ക കയ്യിലെടുത്ത് ഈ ഏലക്കായിൽ നമ്മളൊരു സ്വസ്തിക് വരയ്ക്കണം. ഏലക്ക വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ സ്വസ്തിക്ക് നമുക്ക് വളരെ ചെറുതായി വരയ്ക്കാൻ പറ്റും. പക്ഷേ വളരെ ചെറുതായി തന്നെ സ്വസ്തിക്ക് അതിൽ വരയ്ക്കണം, തെറ്റിപ്പോവരുത്. ശുഭസ്വസ്തിക്ക് തന്നെ നമ്മളത് വരയ്ക്കാനായിട്ട് നോക്കുകയും വേണം. അതേപോലെ തന്നെ സ്വസ്തിക്ക് റെഡ് കളറിലെ മാർക്കറോ സ്കെച്ച് പെന്നായോ പേനയോ വെച്ച് വേണം വരയ്ക്കാൻ. ഈ റെഡ് കളർ ഇല്ലെങ്കിൽ കുങ്കുമം ചാലിച്ചു നിങ്ങൾക്ക് ചെറിയ കമ്പ് കൊണ്ട് വരച്ചാലും മതിയാവും. അത് വരയ്ക്കണം. എന്തുകൊണ്ട് സ്വസ്തിക്ക് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച എന്ന് പറയുന്നത് വിനായകന് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ്. വിനായകന് ഇഷ്ടമുള്ള ഒന്നാണ് സ്വസ്തിക്ക് എന്ന് പറയുന്നത്. വിനായകനെയാണ് സ്വസ്തിക്ക് പ്രതിനിധാനം ചെയ്യുന്നത്. ഒപ്പം തന്നെ 4 ദിശകളിൽ നിന്നും നമ്മളെ തേടി വരുന്ന പണത്തിൻ്റെ തടസ്സം എന്തുണ്ടെങ്കിലും അത് മാറ്റാനായിട്ട് സ്വസ്തിക്ക് നമ്മളെ സഹായിക്കും. സ്വസ്തിക്ക് നമ്മൾ വരച്ചതിന് ശേഷം വടക്ക് ദിശ നോക്കിയാണ് നമ്മൾ ഇരിക്കേണ്ടത് ഇത് വരയ്ക്കാൻ നേരം. അതിന് ശേഷം നമ്മളിതും കയ്യിലെടുത്ത് നമ്മുടെ വീടിന് വെളിയിൽ വന്ന് പടിഞ്ഞാറ് ഭാഗത്തോട്ട് നോക്കി നിൽക്കണം. അതായത് ഇപ്പം നിങ്ങൾക്ക് മൂന്നാം പിറ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ചെയ്താൽ മതിയാവും. ഇനി ആ ഒരു 7:15 വരെ വെയിറ്റ് ചെയ്തിട്ടും മൂന്നാം പിറ കണ്ടില്ലെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോട്ട് നോക്കി നിന്ന് നമ്മുടെ വലത് കൈയിൽ ഈ നാണയവും ഏലക്കായും പിടിച്ച് ഓം ശ്രീഹരി വിഷ്ണുഹരി ഓം, ഓം ശ്രീഹരി വിഷ്ണുഹരി ഓം, ഈ ഒരു മന്ത്രം 11 പ്രാവശ്യം ജപിക്കാവുന്നതാണ്.
ബുധനാഴ്ച എന്ന് പറയുന്നത് ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ്. നമ്മൾ വെങ്കടേശ്വര പൂജ ചെയ്യാറുണ്ട് ചന്ദനത്തടിയിൽ, അതെല്ലാവരും മറക്കാതെ ചെയ്യണം. അപ്പോൾ ഈ ഒരു മന്ത്രം 11 പ്രാവശ്യം ചൊല്ലി ധനപരമായി ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് ഈ 1 രൂപയും ഈ ഏലക്കായും ഒന്നിച്ചു തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ക്യാഷ് ബോക്സിൽ കൊണ്ടുപോയി വെക്കാം. 1 രൂപയോ 5 രൂപയോ എന്താണെങ്കിലും ആ നാണയം വെച്ചിട്ട് അതിന് പുറത്തായിട്ട് ഈ ഒരു ഏലക്ക വെച്ചാൽ മതിയാവും. അടുത്ത മാസത്തെ 3-ാം പിറ വരെ അതവിടെ ഇരുന്നോട്ടെ. ഇതിങ്ങനെ ചെയ്താൽ തീർച്ചയായും നല്ല രീതിയിലുള്ള ധനവരവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് പീരിയഡ്സോ പുലയോ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലും കൊണ്ടും ഇത് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായും മനസ്സിലാക്കിക്കൊണ്ടുള്ള 3-ാം പിറ ദർശനം നമുക്ക് ഇരട്ടി ഭാഗ്യം കൊണ്ടുവന്ന് തരും. ഒപ്പം തന്നെ ഇന്ന് കുളിക്കുന്ന ജലത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കുളിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.